ഹലോ ഫ്രണ്ട്സ്, ബേക്ക് ആൻഡ് കുക്ക് ഈസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കമൻസൊക്കെ നല്ല കമൻസൊക്കെ വന്നു, സന്തോഷമായി, എല്ലാവരും ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷമായിട്ടുണ്ട്. ഇനി എന്തായാലും എല്ലാ വീഡിയോസും നിങ്ങളെല്ലാവരും കാണണം. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, പിന്നെ ഉണ്ടാക്കി നോക്കണം. ഫുഡെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് ഇതുപോലെ പറയണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ള അവൽ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. ഈസി ആയിട്ടുള്ള ഡിഷാണ്, ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാം, ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. അപ്പോൾ അതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. സവാള, തക്കാളി, പിന്നെ പച്ചമുളക്, അത്രയും സാധനങ്ങൾ മതി. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. പൊഹയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. സവാള ഒരെണ്ണം, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. കശുവണ്ടി ഇല്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടി ഉപയോഗിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്. പിന്നെ വേപ്പില, പച്ചമുളക് 2-3 എടുക്കാം ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും സാധനങ്ങൾ മതി. ഇനി നമുക്കിത് പൊഹ നനച്ചെടുക്കണം. നനയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാണ്ട് ചെറുതായിട്ട് നനച്ചെടുക്കണം. ഇതുപോലെ ഒരു വലിയ ബൗള് നിറച്ചാണ് എടുത്തിരിക്കുന്നത് അവൽ. അപ്പോൾ അത് നമുക്ക് നനച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വലിയ അരിപ്പുണ്ടെങ്കിൽ അതിൽ നമുക്ക് വാഷ് ബേസിനിൽ കാണിച്ചിട്ട് അവിടുന്ന് പൈപ്പിൽ നിന്ന് വെള്ളം വരുമല്ലോ, അപ്പം നനച്ചിട്ട് ചെറുതായിട്ട് നനച്ച് പെട്ടെന്ന് മാറ്റിയാൽ മതി. അങ്ങനെയും ചെയ്യാം. ഒരുപാട് നനഞ്ഞു പോയാൽ കുഴഞ്ഞു പോകും. ഇത് കനം കുറഞ്ഞ വെള്ള അവലാണ്, കട്ടിയുള്ള അവലല്ല, അപ്പോൾ പെട്ടെന്ന് നനയും. അത് കുറച്ച് ഏകദേശം ഈ പാകത്തിന് എടുത്താൽ മതി. ചെറിയൊരു നനവ് മതി. അത് കൈകൊണ്ട് തൊടുമ്പോൾ നമുക്ക് പിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഒരു 1/4 ടീസ്പൂണ് ജീരകം, പിന്നെ അത്ര തന്നെ കടുകും പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കപ്പലണ്ടി. ഇനി നമുക്ക് സവാളയും വേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക്, അതുപോലെ തന്നെ പച്ചമുളക്. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇപ്പോൾ ഇനി അവൽ ചേർക്കാറായിട്ടുണ്ട്. അവൽ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് വേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർക്കാം, കൂടുതലാവണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം.
ഇത് കുറച്ച് ഡ്രൈ ആയ പോലെ ഉണ്ട്. അപ്പം കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. അപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് തേങ്ങ വേണമെങ്കിൽ ചേർക്കാം. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. തേങ്ങ ഇല്ലെങ്കിലും ടേസ്റ്റാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ റെഡിയായി കഴിഞ്ഞു, പോഹ റെഡിയായി കഴിഞ്ഞു. ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനാറിടയാണ്, മാതളം നാരങ്ങ. അത് നമുക്ക് ഹെൽത്തി ആണല്ലോ, അതുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ പോഹ ഉണ്ടാക്കി നോക്കണം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്, അതല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാം. അപ്പോൾ പോഹ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കമൻറ്റ് ബോക്സിൽ. പിന്നെ കഴിക്കുന്നതിന് മുമ്പ് ഒരു ഹാഫ് നാരങ്ങ അതിലൊന്ന് പിഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും, ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ എല്ലാവരും ഇപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.